Success is not measured by the position you hold, but by the impact you have on others in society. ഇത് രത്തൻ ടാറ്റയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ആണ്. ആൻഡ് ട്രൂ ടു ഹിസ് വേർഡ്, പുള്ളിയുടെ ലൈഫിൽ എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു ഫിലോസഫിയും കൂടിയാണിത്. ഹീസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു ഹാസ് മേഡ് എ മാസീവ് ഇമ്പാക്ട് ഇൻ ഇന്ത്യ, നോട്ട് ഓൺലി ഇൻ ദി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് സെക്ടർ, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എവറി സെക്ടർ ബെറ്റർ ആക്കാനുള്ള അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു ലോസാണ് ദ പാസിംഗ് ഓഫ് മിസ്റ്റർ രത്തൻ ടാറ്റ. ഇന്നത്തെ ഈ വീഡിയോ is a tribute to Ratan Tata's favorite baby, the Tata Nano. And here's to hoping that we will get more visionary leaders like him in India. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ എല്ലാ മാസവും പുതിയ പുതിയ വണ്ടികളും മോഡൽസും വേരിയൻസും എല്ലാം ഇറങ്ങും. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇസ് എ കാർ സോ യുണീക്ക്. ഒരു ഇന്ത്യൻ ഓട്ടോ മാനുഫാക്ചർ ഉണ്ടാക്കിയ ഏറ്റവും യുണീക്ക് പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ദ ടാറ്റ നാനോ. വെൽക്കം ടു JD's Garage. നാനോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സ്മോൾ കാറാണെന്നുള്ളത്. ഇറ്റ്സ് എ വെരി ക്ലെവർ നെയിം. കാര്യം ഈ വണ്ടി ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കഥയും ഇതിൻ്റെ റീസണും എല്ലാം കേട്ട് കഴിയുമ്പോൾ യു വിൽ നോ ദാറ്റ് ഇതിനെക്കാട്ടിലും നല്ല ഒരു പേര് കൊടുക്കാനില്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ രത്തൻ ടാറ്റ ഓഫ് ടാറ്റ മോട്ടോഴ്സ്, പുള്ളി ദ ട്രൂ വിഷണറി ദാറ്റ് ഹി ഈസ്. പുള്ളി ഒരു ട്രാഫിക് ലൈറ്റിൽ ഒരു ദിവസം കാറിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും കാണുന്ന ഒരു സീനാണ്, ഒരു ഫാമിലി മുഴുവൻ ഒരു ടൂ വീലറിലിരുന്ന് പോവുക എന്നുള്ളത്. സോ പുള്ളിയുടെ സൈഡിലും ഇതേപോലെ ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും ഒരു സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ പുള്ളി അതിങ്ങനെ കാണുമായിരുന്നു, മഴ ചാറുന്നുണ്ട്. സോ പുള്ളി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യു വാസ് ലൈക്ക്, അയ്യോ ഇവർ താഴെ വീണ എന്ത് പറ്റുന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവർ സ്കിഡ് ചെയ്തെങ്ങാണ്ട് വീണു. ആ ഒരു സീൻ പുള്ളിയുടെ മനസ്സിൽ വളരെ ഡീപ്പായിട്ട് അത് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ആൻഡ് അന്ന് തൊട്ട് പുള്ളിയുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു മാസ് മാർക്കറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമൊബൈൽ ഉണ്ടാക്കണം. ടാറ്റ മോട്ടോഴ്സ് നൗ ഇന്ത്യസ് വൺ ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് കാർ മാനുഫാക്ചറേഴ്സ്. സോ അവരുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് അവർ വലിയ SUVസും യൂട്ടിലിറ്റി വെഹിക്കിൾസാണ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരൊരു ഇൻഡിക്ക എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടാക്കി. ബട്ട് ദാറ്റ് വാസ് സ്റ്റിൽ ആ സമയത്ത് സ്ലൈറ്റ്ലി പ്രീമിയം ഹാച്ച് ബാക്ക്. എന്നാൽ നാനോ ഈ പ്രോജക്റ്റ് ഇതേപോലത്തെ ബൈക്സ് എന്ന് ഒരു ഫാമിലിക്ക് ഒരു എവല്യൂഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ്. സോ ഈ വണ്ടി ഉണ്ടാക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വളരെ ഈസി ടു യൂസ് ആയിരിക്കണം, ഈസി ടു ബൈ ആയിരിക്കണം, ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു ഡ്രൈവ് ആൻഡ് പാർക്ക്, ആൻഡ് എല്ലാവർക്കും ഇതൊരു ഡിസൈറബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഗോയിങ് ബൈ ടെക്സ്റ്റ് ബുക്ക് റൂൾസ് ഇതൊരു സക്സസിനുള്ളൊരു അൾട്ടിമേറ്റ് ഫോർമുലയാണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഹാഡ് അതർ തിങ്സ് ഇൻ സ്റ്റോർ ഫോർ ദിസ് ലിറ്റിൽ കാർ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ കഥകളും ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയും, ഇറ്റ്സ് ആക്ച്വലി എ ട്രിബ്യൂട്ട് ടു ദ ടാറ്റ നാനോ. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഓൾമോസ്റ്റ് 10 വർഷമായി ഞാനൊരു നാനോ യൂസറായിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഒരു 2000s ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഭയങ്കര ഡിസൈറബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ദ ഇന്ത്യൻ പോപ്പുലേഷൻ വാസ് ബൈയിങ് കാർസ് ലൈക്ക് നെവർ ബിഫോർ. ഇപ്പോൾ ടാറ്റ ആണെങ്കിലും അവരുടെ ഇൻഡിക്ക, ഇൻഡിഗോ ഇങ്ങനത്തെ കുറേ വണ്ടികൾ ഇറക്കി മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഡോമിനൻസിൽ നിൽക്കുന്നൊരു ടൈമായിരുന്നു. എന്നാൽ ടാറ്റ നാനോ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ സാധാരണ ഒരു സ്മോൾ കാർ അല്ലെങ്കിൽ എന്തൊരു വണ്ടി ഉണ്ടാക്കുന്നതിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് റിക്വയർമെൻറ്റ്സ് ആയിട്ട്. ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ടാറ്റ നാനോ ഉണ്ടാക്കുമ്പോൾ അവരൊരു ഓൾ ന്യൂ പ്ലാറ്റ്ഫോം, ഒരു ഓൾ ന്യൂ കാറായിട്ട് തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ദാറ്റ് വാസ് നെസസറി. കാര്യം അതുവരെയുള്ള ബാക്കി കാറുകളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കേറ്റർ ചെയ്യുന്ന വേറെ ഒരു കാറ്റഗറി ഓഫ് കാര്യങ്ങളായിരുന്നു. ലക്ഷറി, കംഫർട്ട്, ഒരു കുറച്ചുകൂടെ സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്നാൽ ഈ വണ്ടി ഉണ്ടാക്കുമ്പോൾ അവർ ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്യണമെങ്കിൽ ഒരു ഓൾ ന്യൂ പ്ലാറ്റ്ഫോം തന്നെ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ടാറ്റ നാനോൻ്റെ ഡെവലപ്മെൻറ്റിലോട്ട് എത്തുന്നത്. ഈ വണ്ടി തുടങ്ങുമ്പോൾ അഗെയിൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഓർ വണ്ടി അഫോർഡബിൾ ആയിരിക്കണം, ചീപ്പായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയൻ മെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിലത്തെ ഒരു റിക്വയർമെൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ആദ്യം ടാറ്റ ഉണ്ടാക്കിയത് വളരെ ക്രൂഡായിട്ടുള്ളൊരു കാറായിരുന്നു. സോ രത്തൻ ടാറ്റയുടെ ബേസിക് ബ്രീഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 4 ടയർ ഉണ്ടാവണം, ഒരു റൂഫ് ഉണ്ടാവണം, 4 സീറ്റ് ഉണ്ടാവണം, 4 പേർക്ക് സമാധാനമായിട്ട് ഇരുന്ന് പോകാൻ പറ്റണം. സോ ആദ്യം ഉണ്ടാക്കിയ വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗോൾഫ് കാർട്ട് പോലത്തെ ഒരു ബേസിക് വണ്ടിയായിരുന്നു. ബേസിക്കലി ഡോറുകളൊന്നും ഉണ്ടായിരുന്നില്ല, വടിയും ഇവിടെ ഒരു ബാറൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബേസിക് വണ്ടികൾക്ക്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹാഡ് എ റൂഫ്. എന്നാൽ ഈ സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായില്ലേക്കണോ ഇതൊന്നും വർക്ക് ചെയ്യില്ല, ഇറ്റ് ഹാസ് ടു ലുക്ക് ലൈക്ക് എ കാർ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ നാനോ ജീവൻ കൊണ്ടത്.
ഒരു അഫോർഡബിൾ കാർ ഏതൊരു ലീഡറിൻ്റെയും ഒരു ഡ്രീമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ കൺട്രീസിലും ഒരു അഫോർഡബിൾ കാർസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫോർട്ടി വിച്ച് വാസ് അമേരിക്കാസ് അഫോർഡബിൾ കാർ. നമുക്ക് ഫ്രാൻസ് എടുക്കുകയാണെങ്കിൽ യു ഹാവ് ദ സിട്രൺ 2CV. ജർമ്മനി എടുക്കുകയാണെങ്കിൽ യു ഹാവ് ദ ഫോക്സ്വാഗൻ ബീറ്റിൽ. ബ്രിട്ടൻ എടുക്കുകയാണെങ്കിൽ യു ഹാഡ് ദി ഓസ്റ്റിൻ 7s അങ്ങനത്തെ ചെറിയ വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ സെയിം ഈത്തോസും ആ ഒരു സെയിം സ്പിരിറ്റാണ് ടാറ്റ നാനോയിൽ കൊണ്ടുവരാൻ നോക്കിയത്. ടഫ്, റിലയബിൾ, സ്മോൾ ലിറ്റിൽ കാർ. അങ്ങനെ ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം മനസ്സിൽ വെച്ച് ടാറ്റ ഇതിനൊരു ബ്ലാങ്ക് ക്യാൻവാസിൽ ഇതിൻ്റെ ഡിസൈൻ തുടങ്ങിയപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പീപ്പിൾസ് കാർ എന്ന് കുറേ ഇൻസ്പിറേഷൻ ടാറ്റ എടുത്തായിരുന്നു, ദ ഫോക്സ്വാഗൻ ബീറ്റിൽ. ബീറ്റിലിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് സിമിലർ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ റിയർ വീൽ ഡ്രൈവ് കാർ, മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് ഈ ഫ്രണ്ടിലോട്ടുള്ള സ്പേസ്. നാനോൻ്റെ പാക്കേജിങ് ആക്ച്വലി നമ്മൾ പറയുവാണെങ്കിൽ ഭയങ്കര ക്ലെവറാണ്. റിയർ ബൂട്ടിൻ്റെ അടിയിലാണ് ഇതിന് എൻജിൻ വരുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലോട്ടും. ആൻഡ് ഇതിൻ്റെ വേർട്ടിക്കൽ സ്പേസാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാനോ പുറത്തുനിന്ന് മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ അകത്തേക്ക് ആക്ച്വലി കയറുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആണ്. കാര്യം ഇൻറ്റീരിയർ റൂം അവർ ശരിക്കും മാക്സിമൈസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള സ്മോൾ കാർസ്, നമ്മൾ മാരുതി 800, ഓൾട്ടോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ നാനോ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ സ്പേസ് ദാൻ എനി ഓഫ് ദീസ് കാർസ്. ആ സമയത്ത് ടാറ്റയുടെ ഒരു ബ്രീഫ് പറഞ്ഞത് 21% മോർ സ്പേസ് ദാൻ മാരുതി 800 എന്നാണ് പറയുന്നത്. മാരുതി 800 തന്നെ ഇന്ത്യക്കാർ കയറ്റാത്ത സാധനങ്ങളൊന്നുമില്ല. ടാറ്റ നാനോയ്ക്ക് അതിനേക്കാട്ടുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് സ്പേസ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ആക്ച്വൽ ഡിസൈൻ ഭയങ്കര പ്രാക്ടിക്കലാണ്. നമുക്ക് കയറാൻ ഇറങ്ങാൻ ഭയങ്കര സുഖമാണ്, ഇരിപ്പ് വളരെ സുഖമാണ്. കാര്യം നമ്മൾ ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ബോഡി ഇരിക്കുന്ന പൊസിഷൻ. ഇറ്റ്സ് ആക്ച്വലി വെരി കംഫർട്ടബിൾ. നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. വളരെ നല്ല വിസിബിലിറ്റിയാണ് ഈ വണ്ടിയിൽ. എവിടെ നോക്കിയാലും യു ഹാവ് ഗ്രേറ്റ് വിസിബിലിറ്റി. ഈ പില്ലർ കുറച്ച് തിക്കാണെങ്കിലും ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ വണ്ടി ഓടിക്കാനായിട്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു ബ്രീഫിലുള്ള കാര്യമായിരുന്നു ഡിസൈനിൽ തന്നെ. കാര്യം ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഒരു കാറിലോട്ട് പെട്ടെന്ന് വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഡ്രൈവിംഗ് ഡിഫിക്കൽട്ടി ഭയങ്കര അധികം ഉണ്ടാവാം. നമുക്ക് കാണാൻ പറ്റാത്ത പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകാം എന്ന് ടാറ്റ ആദ്യമേ കണ്ടിരുന്നു. അതെല്ലാം കൊണ്ടാണ് ഇതിൻ്റെ ഓൾ റൗണ്ട് വിസിബിലിറ്റി ഭയങ്കര നല്ലതാണ്. നാനോൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെറിയ മുക്കിലും മൂലയിലും ഓരോ ചെറിയ ബിറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട് ഫോർ കോസ്റ്റ് എഫിഷ്യൻസി, ഫോർ സേവിങ് സം മണി ഹിയർ ആൻഡ് ദെയർ. നമുക്ക് ഈ വണ്ടിയുടെ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫേഷ്യ ആക്ച്വലി ഭയങ്കര പ്ലീസിങ് ആണ് കാണാൻ. ഒരു വെരി ഹാപ്പി ലുക്കിംഗ് കാറാണിത്. ഇറ്റ്സ് ഇറ്റ് ഹാസ് ബിഗ് ലൈറ്റ്സ്, 2 ഫോഗ് ലൈറ്റ്സ് ഉണ്ട് ഫ്രണ്ടിൽ ഫോർ ദ ഹയർ എൻഡ് മോഡൽസ്. ബമ്പറും കാര്യങ്ങളെല്ലാം വളരെ ഒരു മിനിമൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഉള്ള സൈസിൽ ഇതിൻ്റെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനാണ് ടാറ്റ നോക്കിയിട്ടുള്ളത്. ഈ വണ്ടി നോക്കിയാൽ 4 കോർണേഴ്സിൽ, എക്സ്ട്രീം കോർണേഴ്സിലാണ് ഇതിൻ്റെ വീൽസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഈ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെങ്കിലും ഏത് ചെറിയ ഗ്യാപ്പിൽ കൂടെ കുത്തിക്കയറ്റണമെങ്കിലും ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു ഇറ്റ്. ആൻഡ് വണ്ടി ഓടിച്ച് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും വളരെ ക്വിക്കായിട്ട് നാനോൻ്റെ ഈ ഡയമെൻഷൻസിന് അഡാപ്റ്റ് ആവാൻ പറ്റും. നമ്മൾ പിന്നെ സൈഡിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഇറ്റ്സ് എ വെരി ബേസിക് സ്റ്റൈലിംഗ്. ദെൻ അഗൈൻ ഒരു ഈസ് ഓഫ് റിപ്പയറും കൂടെ ഈ വണ്ടിയിൽ വളരെ കാര്യമായിട്ട് നോക്കിയായിരുന്നു. ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി പാനലും കാര്യങ്ങളും സൈഡിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ടാർഗറ്റ് ഓഡിയൻസായ ഒരു ലേണർ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാർ ഓണേഴ്സ് അവർക്കിത് ബുദ്ധിമുട്ടായിരിക്കും ഇത് കൊണ്ടു നടക്കാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും. എന്തെങ്കിലും തട്ടുമുട്ടുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് തന്നെ സൈഡ്സൊക്കെ വളരെ ബേസിക്കാണ്, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. സൈഡിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂളിംഗ് വെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. അതിൻ്റെ എയർ ഇൻടേക്കും കൂളിങ്ങും എല്ലാം വരുന്നത് നമ്മുടെ റിയർ വീൽ ആർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇറ്റ്സ് എ വെരി ക്ലെവർ ഡിസൈൻ. വെള്ളമൊന്നും കയറില്ല. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്ലി ഡൺ. ആൻഡ് ഈ വണ്ടിക്ക് നല്ലൊരു റേസി സ്പോർട്ടീവ് ഒരു അപ്പിയറൻസും കൂടെ കൊടുക്കുന്നതാണ്. റിയർ എൻഡ് ടാറ്റയുടെ ആ സമയത്തുള്ള ഒരു ട്രേഡ് മാർക്ക് ഒരു ക്രിസ്മസ് ട്രീ ലൈറ്റ്സിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. ടാറ്റ ആ സമയത്ത് ഒരു ഗുഡ് ലുക്കിംഗ് കാർസ് ഡിസൈൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന എസ്റ്റേറ്റും സിആർഎയും ടാറ്റ മൊബൈലും എല്ലാം പുറത്തുള്ള വണ്ടികളുടെ 144p വേർഷൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടാറ്റയുടെ ഡിസൈൻ എലമെൻ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു വെർട്ടിക്കൽ ടെയിൽ ലൈറ്റ്സ് ആയിരുന്നു. അവർ കൊടുക്കാൻ പറ്റുന്ന എല്ലാ വണ്ടിയിലും ആ സമയത്ത് അത് കൊടുത്തിട്ടുണ്ട്. ബീറ്റ് ദ ഇൻഡിക്ക, ദ മറീന, പിന്നെ ലേറ്റർ സുമോസ്, എല്ലാത്തിനും അവർ ഈ ഒരു സ്റ്റൈലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നാനോം അതേ സെയിം ഒരു ടെയിൽ ലൈറ്റ് ഇതാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം വന്ന വണ്ടികൾക്ക് ഓപ്പണിംഗ് ബൂട്ട് ഹാച്ചും കാര്യങ്ങളും ഇല്ല. ഈ വണ്ടി ബീങ് ദ ലേറ്റസ്റ്റ് ലാസ്റ്റ് മോഡൽ ഓഫ് ദ ടാറ്റ നാനോ ഇതിനൊരു ഓപ്പണിംഗ് ഹാച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് അവിടെ വന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ട്.
നമ്മൾ റിയർ ബമ്പർ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ റെയർ കാർസ് വെയർ ഫ്രണ്ട് ബമ്പറിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള എയർ വെൻസ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ആ എയർ ഡാമും കാര്യങ്ങളെല്ലാം ഫങ്ഷനിലാണ്. ആൻഡ് അഗെയിൻ റിയർ എഞ്ചിൻ അവിടെയാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എഞ്ചിനീയറിംഗ് എലമെൻറ്റ് റാദർ ദാൻ എ ഡിസൈൻ എലമെൻറ്റ്. നമ്മൾ പലപ്പോഴും ഓരോ വണ്ടികൾ പറ്റി സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ദിസ് ഇസ് എ കാർ ബിൽഡ് ബൈ അക്കൗണ്ടൻസ്, ദിസ് ഇസ് എ കാർ ബിൽഡ് ബൈ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ നമ്മൾ ഒരു ടേമായിട്ട് പറയാറുണ്ട്. എന്നാൽ ഈ വണ്ടി ഈസ് വെരി യുണീക്ക് ഇൻ ദാറ്റ് വേ. കാര്യം എഞ്ചിനീയേഴ്സും അക്കൗണ്ടൻസും കൂടെ ഇരുന്ന് ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. കാര്യം ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിന് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വണ്ടിയുടെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് കോസ്റ്റ് സേവിങ്സ്. നമുക്ക് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അഗൈൻ ഒരു ഓൾ ന്യൂ പ്ലാറ്റ്ഫോമാണ്, ഒരു ഹൈബ്രിഡ് മോണോകോക്കാണ്. സോ ഇതിനകത്ത് ഇറ്റ്സ് എ മോണോകോക്ക് ആൻഡ് അതിൻ്റെ അകത്ത് വേറെ കുറച്ച് എലമെൻറ്റ്സ് ഫോർ സ്ട്രെങ്തനിങ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ആ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ ക്രാഷ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം പാസ്സായിരുന്നു. അന്ന് അത്ര സ്ട്രിഞ്ചൻറ്റ് ക്രാഷ് ടെസ്റ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ എങ്കിലും വാട്ട് എവർ വാസ് അറൗണ്ട് അത് പാസ്സായിട്ടുണ്ട്. അല്ലാണ്ട് ബജാജ് ക്യൂട്ടിനെ പോലെ കരഞ്ഞുകൊണ്ട് പോയില്ല ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഈ വണ്ടിയുടെ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഒരു കാരണം കൂടെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇൻറ്റൻറ്റഡ് പെർപ്പസും കൂടെ ഉണ്ടായിരുന്നു, ടു ടേക്ക് ഇറ്റ് ടു യൂറോപ്പ്. യൂറോപ്പിലും ഇതൊരു സിറ്റി കാറായിട്ട് സപ്ലൈ ചെയ്യണമെന്ന് ടാറ്റയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് യു ഹാഡ് ദ റേവ വിച്ച് വാസ് ഗോയിങ് ആസ് ദ ജീവിസ് ടു യൂറോപ്പ്. നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സ് വളരെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കാണിക്കുന്നതാണ്. സോ ഇറ്റ് ഹാസ് എ സിംഗിൾ ഫ്രണ്ട് വൈപ്പർ, ഒരു മാസീവ് വിൻസ്ക്രീനാണ്, പക്ഷേ ഒരു സിംഗിൾ വൈപ്പറാണ്, അത്യാവശ്യം വലിയൊരു വൈപ്പറാണ്. ആൻഡ് നല്ല രീതിയിൽ ഇറ്റ് കവേഴ്സ് ദ വിൻസ്ക്രീൻ ക്വൈറ്റ് വെൽ. സോ ഇറ്റ്സ് ക്വൈറ്റ് എഫക്റ്റീവ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 3 വീൽ ബോൾട്ടേ ഉള്ളൂ ഈ വണ്ടിക്ക്. ദാറ്റ് ഈസ് അഗൈൻ ടു കീപ് കോസ്റ്റ് ഇൻ ചെക്ക്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ടയേഴ്സും റിംസും കാര്യങ്ങളും എല്ലാം സപ്ലയേഴ്സും മാനുഫാക്ചറേഴ്സും എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഇതിൽ നമ്മൾ നോക്കുന്ന വേറൊരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഫ്രണ്ട് വീൽസ് ആക്ച്വലി റിയർ വീൽസിനേക്കാളും നാരോ ആണ്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു മോർ ഓഫ് എൻ അണ്ടർ സ്റ്റിയർ നേച്ചർ കൊടുക്കാനായിട്ട് റാദർ ദാൻ എൻ ഓവർ സ്റ്റിയർ. കാര്യം ഇന്ത്യക്കാർ റിയർ എഞ്ചിൻ ഒരു റിയർ വീൽ ഡ്രൈവ് കാർ ഓടിച്ചിട്ടില്ല. ആൻഡ് ദീസ് ബിഹേവ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം എ ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ. ഇപ്പം നമ്മൾ പോർഷ് 911 ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാം ദാറ്റ് ആ റിയർ എഞ്ചിൻ വിത്ത് എ ലോട്ട് ഓഫ് പവർ ക്യാൻ ബി എ വെരി ഡേഞ്ചറസ് തിങ് ഇൻ ദ റോങ് ഹാൻഡ്സ്. ഇതിനത്രയും പവറൊന്നും ഇല്ലെങ്കിലും പക്ഷേ നമ്മളൊരു ആവറേജ് ഒരു നാനോ യൂസറിൻ്റെ എന്താ പറയുക എത്ര വണ്ടീനെ പുഷ് ചെയ്യുന്നുള്ളത് ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ടാറ്റ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു സെറ്റപ്പും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കാരണം ഇറ്റ്സ് ആക്ച്വലി എ വെരി നൈസ് സേഫ് ഹാൻഡ്ലിങ് കാർ. നമ്മൾ എത്ര പുഷ് ചെയ്താലും പ്രത്യേകിച്ച് അങ്ങനെ പേടിയാവുന്ന പോലെ 2 വീല് പൊങ്ങി മറയാൻ പോണ പോലത്തെ ഒരു ടെൻഡൻസി ഒന്നും ഈ വണ്ടിക്കില്ല. പണ്ട് മെർസഡീസിൻ്റെ എൽക്ക് ടെസ്റ്റ് ഫെയിലായ എ ക്ലാസ് വളരെ സിമ്പിളായിട്ട് മറിഞ്ഞെങ്കിലും ടാറ്റ നാനോ അങ്ങനെ അത്ര പെട്ടെന്ന് മറയുന്നൊരു വണ്ടിയല്ല. ഇറ്റ്സ് ആക്ച്വലി റിമാർക്കബിളി സ്റ്റേബിൾ ഫോർ ഇറ്റ് സൈസ് ആൻഡ് യുനോ നമ്മളൊരു ലുക്ക് കാണുമ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല. പിന്നെ കോസ്റ്റ് സേവിങ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഫ്യൂവൽ ഫില്ലർ ക്യാപ്പ് നമുക്ക് ഈ വണ്ടിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. കാര്യം ഈ വണ്ടിയുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ബോണറ്റിൻ്റെ അകത്താണ്. ബോണറ്റല്ല, ഹുഡ് എന്ന് വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ. കാര്യം എഞ്ചിൻ ബാക്കിലാണ് ഇരിക്കുന്നത്. സോ ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ നാനോയ്ക്ക് 10-15 ലിറ്ററൊക്കെ ടാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ലേറ്റർ അക്രോസ് ദ ഇയേഴ്സ് ലാസ്റ്റ് ജെൻ-എക്സ് മോഡലൊക്കെ വന്നപ്പോഴേക്ക് 20-22 ലിറ്റർ വരെ ഫ്യൂൽ ടാങ്ക് എത്തിയായിരുന്നു, ഗിവിങ് ഇറ്റ് മോർ റേഞ്ച് ആൻഡ് യൂസബിലിറ്റി. ഇതുപോലൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് വണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു സിംഗിൾ മാനുഫാക്ചറിൻ്റെ മാത്രം എഫേർട്ടല്ല. ഈ വണ്ടി ഡെവലപ്പ് ചെയ്യാൻ ടാറ്റയുടെ എല്ലാ വെൻഡേഴ്സും ദേ ഹവ് ഗോൺ ടു ഗ്രേറ്റ് ലെങ്ത്സ് ഈ ഒരു പ്രോജക്റ്റായിട്ട് അസോസിയേറ്റ് ആവാനും അതേപോലെ ഇന്ത്യയുടെ ഒരു മോട്ടറിംഗ് ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാവാനായിട്ടും എല്ലാ വെൻഡേഴ്സും വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബോഷ് ഒരു സ്പെഷ്യൽ ഈ ലോ കോസ്റ്റ് ECU ആണ് ഉണ്ടാക്കിയത്. ഫ്യൂൽ ഇഞ്ചക്ഷനും ഇതെല്ലാം ഈ വണ്ടിക്ക് വേണ്ടി ബിസ്പോക്കായിട്ട് ഉണ്ടാക്കിയതാണ്. സീറ്റ്സ് ആണെങ്കിലും എല്ലാ വെൻഡേഴ്സും ഇതിന് വേണ്ടിയിട്ട് ദേ സ്റ്റെപ്ഡ് അപ്പ് ടു ദ കോസ്. ആൻഡ് ഇവരെല്ലാവരും അവരുടെ എഫിഷ്യൻസിയും അവരുടെ കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി ഓപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ വണ്ടിക്കുള്ള ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് എല്ലാം ഉണ്ടാക്കിയത്. ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലോ ക്വാളിറ്റി. ഇത് ആക്ച്വലി ടാറ്റ നാനോൻ്റെ ഒരു ഇൻഹെറൻറ്റ് ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ആൻഡ് എല്ലാ കോമ്പോണൻസും അത്യാവശ്യം റിലയബിളുമാണ്. നമ്മൾ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ വണ്ടി ഒറിജിനലി യൂറോപ്പിലേക്കും കൂടെ കയറ്റി വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ടാറ്റ അന്നൊരു സ്കേലബിൾ പ്ലാറ്റ്ഫോം എന്നാണ് പറഞ്ഞിരുന്നത്. യു കുഡ് അപ്ഗ്രേഡ് ഇറ്റ് ഫോർ എനി സോർട്ട് ഓഫ് യൂറോ ക്രാഷ് സേഫ്റ്റി നോംസ്. ടാറ്റ ആ സമയത്ത് ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു 3 സ്റ്റാർ യൂറോ സേഫ്റ്റിയാണ് അവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. ഇതിനുവേണ്ടി ഒരു ലോ കോസ്റ്റ് എയർ ബാഗ് അടക്കം ടാറ്റ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് യൂറോപ്പ് വരെ ഈ വണ്ടി എത്തിയില്ല എന്നുള്ളതിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കഥയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം.
സോ കമ്മിങ് ടു ദ ഇൻറ്റീരിയേഴ്സ് ഓഫ് ദിസ് കാർ. ഇൻറ്റീരിയേഴ്സ് നാനോയിൽ ഇതുവരെ കയറാത്ത ഒരാളാണെങ്കിൽ അകത്തേക്ക് കയറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ഷോക്ക്ഡ് ആവും. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഇത്രയും പോലെ ചെറിയൊരു കൊച്ചു വണ്ടിയാണെങ്കിലും ഇൻറ്റീരിയർ റൂം ഇസ് ബെസ്റ്റ് ഇൻ ക്ലാസ്, ബെസ്റ്റ് ഇൻ മെനി ക്ലാസ്സസ് അബവ് ഓൾസോ. കാര്യം ആ സമയത്ത് രത്തൻ ടാറ്റ ഇന്ത്യക്ക് ഉണ്ടാക്കിയിരുന്നപ്പോൾ തന്നെ പുള്ളി ബെഞ്ച് മാർക്ക് വെച്ചിരുന്നത് ഹിന്ദുസ്ഥാൻ അംബാസഡർ ആയിരുന്നു. അതേപോലെ ഈ വണ്ടി ഡെവലപ്പ് ചെയ്തപ്പോഴും പുള്ളി ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചത് മാരുതിയേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി മോർ സ്പേസ്, മോർ ഫ്ലെക്സിബിലിറ്റി, മോർ യൂസബിലിറ്റി ആൻഡ് കംഫർട്ട് വേണമെന്നായിരുന്നു. സോ അതെല്ലാം ഈ വണ്ടി വളരെ വൃത്തിയായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞൊരു വെർട്ടിക്കൽ സ്പേസ്, അതിൻ്റെ ഒരു ഗുണം ഭയങ്കരം തന്നെയാണ്. ഞാൻ എങ്ങനെ നേരെ ഇരുന്നാലും വളരെയധികം ഹെഡ് റൂം ഇതിന് ബാക്കിയുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞിരുന്ന ടേബൻ ഇട്ട ആൾക്കാർക്ക് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഈ വണ്ടിക്കകത്തിരിക്കാൻ പറ്റണം എന്നായിരുന്നു. ആൻഡ് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനും പറ്റും. സീറ്റ്സിൻ്റെ പൊസിഷൻ ഭയങ്കര ഒരു ഹൈ സെറ്റ് സീറ്റ്സാണ്. നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററിയും കാര്യങ്ങളും വരുന്നത്. ബട്ട് അഗെയിൻ വിസിബിലിറ്റി എല്ലായിടത്തും നോക്കിയാലും യു ക്യാൻ സീ എവറിത്തിങ്. ഒരു വളരെ സിമ്പിൾ ഡാഷ്ബോർഡ് ലേ ഔട്ടാണ്. നമുക്കിതിൻ്റെ സെൻട്രൽ കൺസോളാണ് വന്നിരിക്കുന്നത്. ദ സ്പീഡോമീറ്റേഴ്സ് ആൻഡ് ഓൾ ദ മീറ്റേഴ്സ്, ഇൻഫർമേഷൻ ഡിസ്പ്ലേ, കൺട്രോൾസ് എല്ലാം ഈ ഒരു സെൻട്രൽ കൺസോളിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ടിൽറ്റിംഗ് ടു എനി സൈഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ ഈ വണ്ടി എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് മാർക്കറ്റ്സിന് വേണ്ടി വേറൊരു ഡാഷ്ബോർഡ് സെറ്റപ്പ് എഞ്ചിനീയർ ചെയ്യേണ്ട എന്നുള്ള ആ ഒരു കോസ്റ്റ് സേവിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹയർ എൻഡ് മോഡൽസിൽ പവർ വിൻഡോ വന്നിരുന്ന വണ്ടികളിൽ പവർ വിൻഡോ സ്വിച്ചസ് ഈ സെൻട്രൽ കൺസോളിലാണ്. സോ ഡോർ പാഡ്സ് രണ്ട് സൈഡിലും വളരെ സിമെട്രിക് ആണ്. രണ്ട് ചെറിയ ഗ്ലവ് ബോക്സസ് ആണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ബട്ട് അഗൈൻ ഇത് വളരെ ലാസ്റ്റ് മോഡൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്ലവ് ബോക്സസ് വന്നിരിക്കുന്നത്. ഏർലി കാർസ് അവിടെ ഒരു ഡിപ്രഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആൻഡ് ഓവർ ദ ഇയേഴ്സ് അവിടെ സ്പീക്കർ വന്നു, ഗ്ലവ് ബോക്സ് വന്നു, ഇടയ്ക്കൊരു ലോക്കബിൾ ഗ്ലവ് ബോക്സ് വന്നു. സോ ഓൾ ഓഫ് ദാറ്റ് നാനോൻ്റെ കോൺസ്റ്റൻറ്റ് എവല്യൂഷനിൽ വന്ന കാര്യങ്ങളാണ്. ഈ സെൻട്രൽ കൺസോളിന് ഒരു ചെറിയൊരു കവർ പോലെയുണ്ട് സ്പീഡോമീറ്ററിൻ്റെ മുകളിൽ. സോ ദാറ്റ് കവേഴ്സ് ഇറ്റ് ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ്. നമുക്ക് ഏത് ഉച്ചയ്ക്കാണെങ്കിലും വിസിബിലിറ്റി വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോട്ട ഗ്ലാസ് ഉണ്ട്. ആക്ച്വലി ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക് ആ വണ്ടിയുടെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട്. കാര്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ പില്ലേഴ്സിന് അത്യാവശ്യം കുറച്ച് കട്ടി വരേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ അവിടെ ഈ ഒരു ഗ്ലാസ് കൊടുത്തുകൊണ്ട് അത്യാവശ്യം വിസിബിലിറ്റി ഈസ് നോട്ട് എഫക്റ്റഡ് ടു മച്ച്. ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ ഒരു ഹൈ സെറ്റ് ആയിട്ടുള്ള സീറ്റ്സാണ് ഇതിൻ്റെ റിയറിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറാൻ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. ഡോർസ് ഓപ്പൺ ക്വൈറ്റ് വൈഡ്. അതുകൊണ്ട് ഈവൻ ഫോർ എൽഡർലി പാസഞ്ചേഴ്സ് വളരെ എളുപ്പമാണ് ഈ വണ്ടി കയറാൻ. കയറി ഇരുന്നാലാണെങ്കിലും വളരെ നല്ല ഒരു സിറ്റിംഗ് പൊസിഷനാണ്. റിമാർക്കബിളി ലാർജ് എമൗണ്ട് ഓഫ് ലെഗ് റൂം. ആൻഡ് അഗൈൻ ഈ രണ്ട് ഫ്രണ്ട് സീറ്റ്സും ഒരു പ്ലാറ്റ്ഫോമിനെ മേത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാറ്ററിയൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു രണ്ട് റെയിൽസിൻ്റെ മുകളിലാണ് ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് സീറ്റ് എത്ര പുറകിലേക്ക് ഇട്ടാലും അതൊരു റിയർ സീറ്റ് എക്സ്പീരിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ടാറ്റ നാനോ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം അവൈലബിൾ ആയിരുന്നു. കാണാൻ ഇത്രയും കൊല്ലത്തിൽ അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്ത് വളരെയധികം ചേഞ്ചസ് അക്രോസ് ദ ഇയേഴ്സ് ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചെയ്യുന്നത്. ആൻഡ് ടാറ്റയ്ക്കും ഈ വണ്ടിയിൽ കുറേ അധികം ലേണിങ്സ് ഇവൻച്വലിയാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കുറേ വേർഷൻസ് അപ്ഡേറ്റ്സും അതേപോലെ ലിമിറ്റഡ് എഡിഷൻസും കാര്യങ്ങളെല്ലാം ഇറക്കിയായിരുന്നു. നമുക്ക് ആ ഒരു ടൈം ലൈൻ ബ്രീഫായിട്ടൊന്ന് നോക്കാം. വണ്ടി ആദ്യം ഇറങ്ങുമ്പോൾ 3 വേർഷൻസിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. യു ഹാഡ് ദ ബേസ് മോഡൽ നാനോ വിച്ച് വാസ് ജസ്റ്റ് കോൾഡ് ദ നാനോ. അതിൻ്റെ മുകളിൽ ഒരു CX എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ മുകളിൽ LX ഉണ്ടായിരുന്നു. സോ ബേസ് മോഡൽ നാനോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ മച്ച് ടൗട്ടഡ് 1 lakh rupee കാർ. അപ്പോൾ 1 lakh rupee കാർ എന്ന് പറഞ്ഞ ഈ ബേസ് മോഡൽ നാനോ ഇറ്റ് വാസ് ജസ്റ്റ് എ ബേസിക് കാർ. അതിനകത്ത് 4 ചക്രം എഞ്ചിൻ സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാൽ വളരെ സ്ട്രിപ്ഡ് ഔട്ട് ആയിരുന്നു. അതിന് AC ഉണ്ടായിരുന്നില്ല, അതിന് ബ്ലോവർ തന്നെ ഉണ്ടായിരുന്നില്ല, AC വെൻസ് പോലും ഉണ്ടായിരുന്നില്ല ആ വണ്ടിക്ക്. ഇവിടെ ഈ പില്ലറിലൊന്നും ട്രിംസ് ഉണ്ടായിരുന്നില്ല. ബേസിക് ഒരു PVC സീറ്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. വീൽ ക്യാപ്സ്, ബോഡി കളർ ബമ്പേഴ്സ്, ഫോഗ് ലൈറ്റ്സ്, ഇങ്ങനത്തെ കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. പക്ഷേ രത്തൻ ടാറ്റ പ്രോമിസ് ചെയ്ത ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് മഴയും വെയിലും കൊള്ളാണ്ട് കംഫർട്ടബിളായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു ദ ബേസ് മോഡൽ നാനോ. അതിന് കുറച്ചുകൂടെ മുകളിലേക്കുള്ള മോഡലായിരുന്നു ദ നാനോ CX. നാനോ CX വന്നു കഴിഞ്ഞപ്പോഴേക്കും AC വന്നു. അതേപോലെ കുറച്ച് ഇൻറ്റീരിയർ ട്രിംസും കാര്യങ്ങളൊക്കെ മാറി. ബേസിക് ഒരു അപ്പോയിൻമെൻറ്റ്സ് എല്ലാം കുറച്ചുകൂടെ ബെറ്ററായി. സീറ്റ് ഫാബ്രിക് ബെറ്ററായി, ഡോർ പാഡ് ബെറ്ററായിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നാനോ CXൽ ബേസ് മോഡലിനെ അപേക്ഷിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അതിൻ്റെ മുകളിലായിരുന്നു നാനോ LX, വിച്ച് വാസ് ദ ടോപ്പ് എൻഡ് മോഡൽ. ആ മോഡൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഡിസൈറബിൾ കാറായിരുന്നു. കാര്യം ഇറ്റ് ഹാഡ് ബോഡി കളർഡ് ബമ്പേഴ്സ്, വീൽ ക്യാപ്സ് ഉണ്ടായിരുന്നു, അകത്ത് ഒരു ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ് വന്നിട്ടുണ്ടായിരുന്നത്, AC വന്നു. LXും CXും തമ്മിൽ AC-ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം CXന് ബേസിക് AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറാസ് ദി LX വേർഷൻസ് ഗോട്ട് എൻ AC വിത്ത് എ ഹീറ്റർ. അപ്പോൾ ഒരു പ്രോപ്പർ HVAC സിസ്റ്റം ആയിരുന്നു ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സ്റ്റീരിയോ സിസ്റ്റം വന്നു. അകത്ത് ഡാഷ് കളേഴ്സൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരു ബേജ് കളറിലൊക്കെയാണ് ഇൻറ്റീരിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ചെറിയ ചെറിയ കുറേ മാറ്റങ്ങൾ LX മോഡലിനുണ്ടായിരുന്നു. ആദ്യം നാനോ വരുന്ന സമയത്ത് ലെഫ്റ്റിൽ മിറർ പോലും അവൈലബിൾ ആയിരുന്നില്ല, അതൊക്കെ ഓപ്ഷണൽ എക്സറി ആയിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇനീഷ്യലായിട്ട് 3 വേർഷൻസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ടാറ്റയ്ക്ക് മാർക്കറ്റ് ഫീഡ്ബാക്ക് കിട്ടി ദാറ്റ് ഇതിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ല. കാര്യം ലോ സ്പീഡ്, എസ്പെഷ്യലി പാർക്കിംഗ് സ്പീഡ്സിൽ ഇത് ഓടിക്കാൻ മനൂവർ ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഡിസ്പൈറ്റ് ഫ്രണ്ടിൽ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും ആൾക്കാർ പറഞ്ഞിരുന്നു ദാറ്റ് ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ലേഡീസിനും എസ്പെഷ്യലി ഈ ഒരു ഫീഡ്ബാക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് എല്ലാം മനസ്സിൽ വെച്ച് ടാറ്റ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇറക്കി. ഇതാണ് ശരിക്കും ഈ മോഡലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് അപ്ഡേറ്റ്. ഇറ്റ് വാസ് കോൾഡ് ദ നാനോ ട്വിസ്റ്റ്. സോ നാനോ ട്വിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തി. ബേസ് മോഡൽ തന്നെ കുറച്ചും കൂടെ ലക്ഷറിയസ് ആക്കി. ട്രിംസും കാര്യങ്ങളെല്ലാം, ദാറ്റ് ഈസ് ഈ A പില്ലർ, B പില്ലർ, C പില്ലർ ട്രിംസൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ വന്നായിരുന്നു. എന്നാൽ ട്വിസ്റ്റ് മോഡലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഡിഷൻ ഈ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. ആൻഡ് ദിസ് വാസ് വാട്ട് ദ മാർക്കറ്റ് വാസ് ആസ്കിങ് ഫോർ എ ലോങ് ടൈം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വണ്ടി ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആയി. ഇറ്റ് വാസ് റിയലി എൻജോയബിൾ. നല്ലൊരു ലൈറ്റ്, അത്യാവശ്യം പ്രിസൈസ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. മാരുതി DPS പോലെ തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത സ്റ്റിയറിംഗ് ഒന്നുമല്ല. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ടു ഡ്രൈവ് ആൻഡ് മെയ്ഡ് ഡ്രൈവിംഗ് ദ നാനോ വെരി വെരി എൻജോയബിൾ. ട്വിസ്റ്റ് അത്യാവശ്യം പോപ്പുലർ ആയിരുന്നെങ്കിലും ടാറ്റ ഉദ്ദേശിച്ച ആ നമ്പേഴ്സിലോട്ട് എത്തിയില്ല. അപ്പോൾ then again അവർ ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒരു വലിയൊരു പ്രശ്നമായി പറഞ്ഞിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ബൂട്ട് തുറക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് അന്നൊരു എഞ്ചിനീയറിംഗ് ഡിസിഷൻ ആയിരുന്നു. കാര്യം ബൂട്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂഫ് കംപ്ലീറ്റ് റീഇൻഫോഴ്സ് ചെയ്യണം. കാര്യം അവിടെയാണ് ഹിഞ്ച് വരുന്നത്. ആൻഡ് ഇത് അഗൈൻ ഒരു മോണോക്കോക്ക് ആയതുകൊണ്ട് അതെല്ലാം അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിരുന്നു ആ ഫിക്സ്ഡ് ബൂട്ട്. എന്നാൽ ഇന്ത്യയിൽ ആ ഒരു പെർസെപ്ഷൻ, ഡിക്കി തുറക്കാൻ പറ്റില്ല, നമുക്ക് സീറ്റ് മടക്കി സാധനം കയറ്റണം എന്നുള്ള ആ ഒരു കാരണം ഭയങ്കര വലിയൊരു നെഗറ്റീവായിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സും ടാറ്റയ്ക്ക് ഫീഡ്ബാക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ ഈ ഒരു കാര്യം മാറ്റി. അതേപോലെ ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്ന വേറൊരു ഫീച്ചറും കൂടെ കൊടുത്തു, ദി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇൻ ദെയർ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ റിഫ്രഷ് ദ GenX നാനോ. സോ ഈ വണ്ടി GenX നാനോ ആണ്. 2015 ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് 2015 ഈ വണ്ടി അൺവെയിൽ ചെയ്ത ഉടനെ പോയി ഞാൻ മേടിച്ചതാണ് ഈ കാറ്. എനിക്ക് നാനോ ഇറങ്ങിയ സമയം തൊട്ടേ എൻ്റെ ഒരു വളരെ ഫേവററ്റ്, എനിക്ക് വളരെ ഡിസൈറബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഞാൻ എപ്പോഴും ഇത് ഇറങ്ങി അന്നോട്ട് മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ആഡായി വന്നപ്പോൾ GenX ആയി. സോ GenX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നാനോൻ്റെ ഫൈനൽ റിഫ്രഷാണ്. ഈ വണ്ടി ആക്ച്വലി എല്ലാവരുടെയും വിചാരം ജസ്റ്റ് ഒരു ബമ്പർ മാത്രം മാറിയെന്നാണ്. അല്ല, ഇറ്റ്സ് ആക്ച്വലി എ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് കാർ കമ്പയർഡ് ടു ദി ഏർലിയർ നാനോ. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറും കാര്യങ്ങളും അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ആസ്പെക്റ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബൂട്ട് ലിഡും ഓപ്പണിംഗ് ആക്കി. അതിന് വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ബോഡിയും എല്ലാം കുറച്ചും കൂടെ റീഇൻഫോഴ്സ് ചെയ്യേണ്ടി വന്നു. സോ ദ GenX നാനോ ഇസ് ആക്ച്വലി സിഗ്നിഫിക്കൻ്റ്ലി സേഫർ ദാൻ ദ ഫസ്റ്റ് ജെൻ നാനോസ്. GenX നാനോ വന്നപ്പോഴാണ് ടാറ്റ പിന്നെ അവരുടെ വേറെ വലിയൊരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയത്, ഇസ് മാർക്കറ്റ് പൊസിഷനിങ്. ഇന്ത്യയിൽ ഈ വണ്ടി ഒരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റ് ആവണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ ബേസിക് നാനോ അഗൈൻ ചീപ്പ് കാർ എന്ന് എല്ലാവരും അറിയപ്പെട്ടതുകൊണ്ട് തന്നെ അതൊരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റ് ആയില്ല. സോ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനായിട്ടും ഒരു ഫൺ സിറ്റി കാറായിട്ടാണ് ദ GenX നാനോനെ ടാറ്റ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു കാര്യം ഞാൻ ഒരു ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാര്യം GenX നാനോ എൻ്റെ കണ്ണിൽ ഇസ് എ പെർഫെക്റ്റ് സിറ്റി കാർ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ലൈറ്റാണ്, ചെറുതാണ്, നാരോ ആണ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ടു യൂസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പോൾ നമ്മൾ നാനോൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും അതിൻ്റെ വേരിയൻസും ടാറ്റ ഇതിലേക്ക് ഇട്ടിട്ടുള്ള എഫേർട്ടിനെ പറ്റിയൊക്കെ കേട്ടു. എന്നാൽ ഈ ഒരു കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നാൽ ശരി റോഡ് നിറയെ നാനോ ആയിരിക്കണം. എന്നാൽ റോഡ് നിറയെ നാനോ അല്ല. അതിനുള്ളൊരു കാരണം നമുക്ക് വീൽ ഹാവ് ടു ഗോ ബാക്ക് ഇൻ ഹിസ്റ്ററി എ ലിറ്റിൽ ബിറ്റ്.
ഈ വണ്ടി അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടാറ്റ ബേസിക്കലി സെഡ് വി ആർ ഗോയിങ് ടു മേക്ക് എ ലോ കോസ്റ്റ് കാർ. ഇന്ത്യയിൽ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് വണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോവുക എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു ഇൻ്റർവ്യൂവിൽ രത്തൻ ടാറ്റ, ഐ തിങ്ക് ന്യൂയോർക്ക് ടൈംസ് ആണെന്ന് തോന്നുന്നു, ഇതെന്ത് പ്രൈസ് ആയിരിക്കും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിന് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെന്ന് തോന്നുന്നു. 1 lakh എന്നുള്ള ഒരു പ്രൈസ് പുള്ളി ആ സമയത്ത് പറഞ്ഞു. ആ ഒരു 1 lakh എന്നുള്ള ഒരു പ്രൈസ് പോയിൻ്റ് നമ്മുടെ ഇന്ത്യൻ മീഡിയ ആക്ച്വലി ടേക്ക് ഓവർ ചെയ്തു. എല്ലാവരും പിന്നെ ഇത് 1 lakh കാർ എന്നുള്ള പേരിലോട്ട് എത്തി. നമ്മളൊരു കാര്യം ഓർക്കണം, 1 lakhന് ഒരു സ്കൂട്ടർ പോലും മര്യാദയ്ക്ക് കിട്ടാത്തൊരു കാലമാണ്. എന്തായാലും 1 lakhന് കാർ കിട്ടും എന്നുള്ള ഒരു ന്യൂസ് വളരെ വൈൽഡ് ഫയർ പോലെ സ്പ്രെഡായി. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് നെയിൽ ഇൻ ദ ടാറ്റ നാനോസ് കോഫിൻ. കാര്യം എല്ലാവരും ഇതിനെ ചീപ്പ് കാർ, വേൾഡ്സ് ചീപ്പസ്റ്റ് കാർ എന്ന് വിളിക്കാൻ തുടങ്ങി, വിച്ച് ഇറ്റ് വാസ്. പക്ഷേ എന്നാൽ ആ ചീപ്നെസ് അല്ല ആൾക്കാർക്ക് വേണ്ടത്, എഫോർഡബിലിറ്റിയാണ് എന്നുള്ളത് ടാറ്റനെ വളരെ കാര്യമായിട്ട് തന്നെ തിരിച്ചു വന്ന് കടിച്ചൊരു കാര്യമാണ്. ഈ വണ്ടി 1 lakhൽ ആൾക്കാർ പറഞ്ഞു ഇത് ശരിക്കും ഒരു ഓട്ടോറിക്ഷ പോലെ ആയിരിക്കും, ഇതിന് ഡോറൊന്നും കാണൂല, ഇതിന് ഒരു തുണി റൂഫായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പെക്കുലേഷൻസ് ആ കാലത്തുണ്ടായിരുന്നു. ആൻഡ് എവറിബഡി വാസ് വെരി ക്യൂറിയസ്. ആക്ച്വലി ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയായിരുന്നു ഈ പ്രൈസിന് എങ്ങനെ ഒരു കാർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ആദ്യത്തെ പ്രോട്ടോടൈപ്പുകളിലെ കുറച്ച് ഫോട്ടോസ് ലീക്കായപ്പോൾ തന്നെ ആൾക്കാർ ഉറപ്പിച്ച് ഇത് ഓട്ടോറിക്ഷ തന്നെ, 4 ചക്രമുള്ള ഓട്ടോറിക്ഷ, ഇതാർക്ക് വേണം എന്നുള്ളൊരു കഥ തുടങ്ങി. എന്നാൽ ആ ഇനീഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോട്ടോടൈപ്സ് എല്ലാം റിജക്റ്റ് ചെയ്ത് ടാറ്റ ഇതിനെ ഒരു കാറായിട്ട് തന്നെ അൺവെയിൽ ചെയ്തു. സോ ഈ വണ്ടിയുടെ അൺവെയിലിങ്ങും ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. ആക്ച്വലി ലോകം മുഴുവൻ ഞെട്ടി. ഈ വണ്ടി ദ ഫസ്റ്റ് നാനോ സ്റ്റേജിലേക്ക് റോളിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എവരിബഡി വാസ് ഷോക്ക്ഡ്. ലൈക്ക് ആരും അതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളൊരു കാറും ആൻഡ് ഈ ഒരു പറഞ്ഞ പ്രൈസിന് ഇങ്ങനത്തെ ഒരു വണ്ടി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ആരും വിചാരിച്ചതല്ല. പക്ഷേ ടാറ്റ അതെങ്ങനെയോ ചെയ്തു. ബട്ട് ടാറ്റ വാസൻറ്റ് മേക്കിംഗ് മണി ഇൻ ദിസ് ബിക്കോസ് ഓഫ് സം അതർ ഫാക്ടേഴ്സ്. കാര്യം ഈ വണ്ടിയുടെ പറഞ്ഞല്ലോ പല കാരണങ്ങളുണ്ട് ഈ വണ്ടി ഒരു മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്യാഞ്ഞത്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ആക്ച്വലി സാഡ്ലി പൊളിറ്റിക്കലാണ്. ഈ വണ്ടിക്കുള്ള ടാർഗറ്റും ആംബിഷൻസും ടാറ്റയ്ക്ക് വളരെ ഹൈ ആയിരുന്നു. ഒരു വർഷം 2.5 ലക്ഷം വണ്ടി വിൽക്കും എന്നായിരുന്നു ഇനീഷ്യലി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് വേണ്ടിയിട്ട് ടാറ്റ ഒരു ഓൾ ന്യൂ ഗ്രീൻഫീൽഡ് പ്ലാന്റ് വരെ ഉണ്ടാക്കി. ഇതുണ്ടാക്കിയത് വെസ്റ്റ് ബംഗാളിൽ സിംഗൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ടാറ്റ അനേകം കോടികൾ ചിലവാക്കി ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഫെസിലിറ്റി ഓൺലി ഫോർ ദ നാനോ ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വെൻഡേഴ്സും കാര്യങ്ങളെല്ലാവരും ഇതിന് ചുറ്റും ഇതിനു വേണ്ടി സ്കെയിലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇതിനു വേണ്ടി ദേ ഓൾ ഗിയർഡ് അപ്പ് ടു മേക്ക് ദ ടാറ്റ നാനോ. എന്നാൽ ആ സമയത്ത് അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഡിസ്ട്രപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായി. ഭയങ്കര ഒരു ഫാമേഴ്സ് അപ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം വന്നു. ഇത് പാടം നികത്തില്ലാന്ന് പറഞ്ഞുകൊണ്ട് പല പൊളിറ്റീഷ്യൻസും ഇതിന് പ്രശ്നം ഉണ്ടാക്കി. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ടാറ്റ ചെയ്തു. ഇത് ഞങ്ങൾ അടച്ചു പൂട്ടുകയാണ്, നമുക്ക് വേണ്ട വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് അടച്ചു പൂട്ടി. ഇതിനെ ദേ ഷിഫ്റ്റഡ് റൈറ്റ് അക്രോസ് ടു ഗുജറാത്ത്. അത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് മൂവ് ആയിരുന്നു ടാറ്റയ്ക്ക്. അവരുടെ പുതിയ സാനന്ദ് പ്ലാന്റിലോട്ടാണ് ഈ വണ്ടി മാറ്റിയത്. ആൻഡ് ആ ഒരു കാരണത്തിൽ തന്നെ ടാറ്റയ്ക്ക് ഓൾമോസ്റ്റ് 2 വർഷം പോയി എന്ന് തന്നെ പറയാം. ആൻഡ് ഇതിന് ഒറിജിനലി ഇൻറ്റൻറ്റ് ചെയ്തിരുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളെല്ലാം ടാറ്റ ടുക്ക് എ ബിഗ് ഹിറ്റ്. ടാറ്റ മാത്രമല്ല, വെൻഡേഴ്സും എല്ലാവരും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം സഫർ ചെയ്തു. എന്നാൽ അഗെയിൻ ഇതൊന്നും പോരാത്തതിന് നമ്മുടെ മീഡിയ വീണ്ടും അല്ല ഈ വണ്ടി 1 ലക്ഷത്തിന് നിങ്ങൾ ഇറക്കുമെന്നല്ല പറഞ്ഞ്. ലോഞ്ചിൽ ഈ വണ്ടി എക്സ് ഫാക്ടറി 1 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ടാക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റണം എന്ന് നമ്മുടെ മീഡിയ ഡിസൈഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ഓൾസോ കിൽ ദ കാർ. ഇയാൾ 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് 1.5 ലക്ഷം രൂപ 1.40 ആവില്ല വണ്ടി റോട്ടിൽ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇൻ ടാറ്റാസ് കൺട്രോൾ. ഒരു രാജ്യത്തിൻ്റെ ടാക്സ് സ്ട്രക്ചറും റോഡ് ടാക്സും സെയിൽസ് ടാക്സ്, ഇപ്പോഴത്തെ കണക്കിൽ GST, ഇതൊന്നും ഒരു മാനുഫാക്ചറിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം വെച്ചിട്ട് തന്നെ ടാറ്റേനെ വീണ്ടും ചവിട്ടി താത്തി പവൻ നാനോ വീണ്ടും അനുഭവിച്ചതെല്ലാം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും വണ്ടി ഓൾമോസ്റ്റ് അഫോർഡബിളായിട്ട് ടാറ്റ ഇറക്കി. ഈ പ്രൈസിൽ വന്നപ്പോഴും ആൾക്കാർക്ക് പിന്നെയും 100 കൂട്ടം കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു ഈ വണ്ടിയെക്കുറിച്ചിട്ട്. ദാറ്റ് നമ്മൾ വിചാരിച്ച പോലെ ലക്ഷറി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വേൾഡ്സ് ചീപ്പസ്റ്റ് കാർ ഓടിക്കണ്ട, ഞാനത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കില്ലേ എനിക്കിത് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ വണ്ടികളൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് മേടിച്ചതാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഈ വണ്ടി വാങ്ങിച്ചില്ല കുറേ പേര്. വിച്ച് ഈസ് ഓൾസോ വെരി സാഡ്. കാര്യം
ഈ വണ്ടിക്ക് നൽകാനുള്ളത് വളരെയധികം ഫീച്ചേഴ്സും ഒരു യൂസബിലിറ്റിയും ഒരു കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആ ഒരു പെർസെപ്ഷൻ്റെ പേരിൽ മാത്രം ഇതെല്ലാം അവർ ചവിട്ടിത്തള്ളി. ടാറ്റ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ദാറ്റ് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വണ്ടി ശരിക്കും നമുക്കൊരു ഫൺ സിറ്റി കാറായിട്ട് പ്രൊമോട്ട് ചെയ്യണം, വിച്ച് ഇസ് വാട്ട് ദേ ഡിഡ് ലേറ്റർ ഓൺ ഇൻ ഇറ്റ്സ് ലൈഫ്. പക്ഷേ എന്നാൽ ഇതല്ലാണ്ടും വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു. നാനോ വന്ന സമയത്ത് കുറച്ച് വണ്ടികൾ തീ പിടിച്ചായിരുന്നു. ടാറ്റ ലേറ്റർ മനസ്സിലാക്കി ദാറ്റ് ഈ തീ പിടിച്ചത് ഒരു വണ്ടി വാസ് ബിക്കോസ് അതിനകത്ത് വയറൊക്കെ കട്ട് ചെയ്ത് സ്റ്റീരിയോ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഷോർട്ടായതാണ്. വേറൊരെണ്ണം ഒരു ഓയിൽ എന്തോ മാറ്റിയിട്ട് ഈ തുണി എൻജിൻ ബേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കത്തുപിടിച്ചു. ചൂട് കാരണം മേ ബി എക്സോസ് മാനിഫോൾഡ് വല്ലതും വീണ് കാണും, എന്തായാലും അത് കത്തുപിടിച്ചു. അങ്ങനെയാണ് വണ്ടി കത്തിയത്. പക്ഷേ ഇതിൽ പറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മീഡിയ അഗെയിൻ എങ്ങനെയെങ്കിലും ഈ വണ്ടീനെ അങ്ങോട്ട് പൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരിത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹൈപ്പപ്പ് ചെയ്തു. ഈ ഹൈപ്പെല്ലാം വന്നപ്പോഴും ടാറ്റ അവരിതൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കുറേ അധികം കാലം കേട്ടാണ് അവർ പറഞ്ഞത്, അല്ല അന്ന് കത്തിയ വണ്ടിയില്ലേ അത് ആക്ച്വലി സ്റ്റീരിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വയറ്. പക്ഷെ അപ്പോഴേക്കും നോബഡി കേഡ്. കാര്യം ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. എന്തൊക്കെ ഇതിന് ആൾക്കാർ ഇതിനെപ്പറ്റി പറയാൻ പറ്റും, അയ്യോ നാനോ വഞ്ചാൽ കത്തിപ്പോവും, നാനോ പൊട്ടിത്തെറിക്കും. ഈ ഒരു പേര് വന്നു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ല ഇത് അതുകൊണ്ടാണ് കത്തിപ്പോയെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സോ ആ ഒരു പ്രൊആക്റ്റീവ്നെസ് ടാറ്റയുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ people generally had a fear towards buying this car in the initial days. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് ലേറ്റർ ഒരു ഫൺ സിറ്റി കാർ ആക്കി എന്നുള്ളത്. സോ അത് ഫൺ സിറ്റി കാർ ആക്കുന്നത് ഈ ജെൻ എക്സ് എന്ന് പറഞ്ഞ വേർഷൻ 2015 ഇറങ്ങുമ്പോഴാണ്. ടാറ്റ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എല്ലാം എടുത്തിട്ട് ഒരു ഓപ്പണിംഗ് ബൂട്ട് ഹാച്ചും പല കാര്യങ്ങളും കൊടുത്തു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചെയ്ത കാര്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് തീം കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റി. ഇതിനെ ഒരു ഫൺ സിറ്റി കാർ, ഇതിൻ്റെ ആഡ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ മെനൂവറബിലിറ്റി, ഇതിൻ്റെ ഈസ് ഓഫ് പാർക്കിംഗ്, ഇതിൻ്റെ ഒരു പെപ്പി നേച്ചർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഒരു മോർ ലക്ഷൂറിയസ് ഇൻറ്റീരിയേഴ്സ്, ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് ഇവരൊരു ലക്ഷൂറിയസ് അല്ലെങ്കിൽ നോട്ട് ലക്ഷൂറിയസ് ബട്ട് അറ്റ്ലീസ്റ്റ് നോട്ട് ദാറ്റ് ബേസിക് ഒരു കാറാക്കി ഇതിനെ മാറ്റി. ആൻഡ് അതിൽ ഇതിൻ്റെ ഡിസൈറബിലിറ്റി വളരെയധികം ഹൈ ആയി. ആൻഡ് ഇപ്പോഴും നമ്മൾ ആക്ച്വലി വണ്ടി 2019 വണ്ടി നിർത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതിൻ്റെ റീസെയിൽ സിഗ്നിഫിക്കൻ്റ്ലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ദ ടാറ്റ നാനോ ഒന്ന് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഈ വണ്ടി ഇനീഷ്യൽ ലോട്ടറി സിസ്റ്റത്തിൽ ഞാൻ MBA പഠിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റിനാണ് വൺ ഓഫ് ദ ഫസ്റ്റ് ലോട്ട്സ് കിട്ടുന്നത്. അന്ന് പുള്ളി ഒരു ഗോൾഡൻ കളർ നാനോ LX ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പാലക്കാട്. ആൻഡ് ആ വണ്ടി അഗെയിൻ നമ്മളെല്ലാവരും റോട്ടിൽ കാണുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് കാണുന്ന കാറും ഇതാണ്. അന്ന് നമ്മൾ റോട്ടിലൊരു ഫെറാറിയോ ഒരു ലാംബോർഗിനിയോ എന്തെങ്കിലും ആയിട്ട് ഇറങ്ങിയാൽ പോലും ഒരു ടാറ്റ നാനോ കൂടുന്നത്ര ആളെ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല ഏത് സൂപ്പർ കാറിനും. സോ അന്ന് തൊട്ട് എനിക്ക് ഐ വാസ് ഓൾവേസ് ഇൻ ഓഫ് ദിസ് കാർ. ആൻഡ് എനിക്ക് പേഴ്സണലി എല്ലാ കൺട്രീസിലത്തെയും ഇങ്ങനത്തെ ഒരു ചീപ്പ് ഇക്കണോമിക്കൽ കാർസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഹാവ് ദ ബീറ്റിൽ ഫ്രം ജർമ്മനി, ദ ഫിയറ്റ് മിലിജെൻറ്റോ ഫ്രം ഇറ്റലി, നമ്മുടെ മാരുതി SS80. അങ്ങനെ എനിക്ക് ഐ ലൈക്ക് ദീസ് ഇക്കോണമി കാർസ്. എൻ്റെ കണ്ണിൽ അതിനൊരു ചാമുണ്ട്. അതിന് ഒരു ലക്ഷറി കാറിനേക്കാളും കൂടുതൽ ഇത് എല്ലാ പണിയും ചെയ്യണം, എല്ലാ അബ്യൂസും എടുക്കേണ്ട ഒരു ഫങ്ഷണൽ ഓട്ടോമൊബൈലാണ്. സോ ദീസ് തിങ്സ് ഇൻട്രസ്റ്റ് മീ ക്വൈറ്റ് എ ലോട്ട്. അങ്ങനെ ഞാൻ എന്നും ഒരു നാനോ മേടിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അഗൈൻ ആദ്യത്തെ നാനോസ് വെയർ എ ലിറ്റിൽ ടു ബേസിക് ഫോർ മീ. കാര്യം ഒരു സിറ്റി കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ എപ്പോഴും ഓട്ടോമാറ്റിക് ആയിരിക്കണം. മാനുവൽ ട്രാൻസ്മിഷൻ സിറ്റി കൂടെ ഓടിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐ ഡോണ്ട് സീ ദ അപ്പീൽ ഇൻ ഇറ്റ്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പിൽ ഇത് വെയിറ്റ് ചെയ്തു. ടാറ്റ ആദ്യം ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് ഇതിനൊരു CVT ട്രാൻസ്മിഷൻ കൊടുക്കാൻ പോകണം എന്നുള്ളതാണ്. ഞാൻ ശരിക്കും അതിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഐ വാസ് ഓൾവേസ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് നാനോസ്, അതിന് എന്ത് അപ്ഡേറ്റ്സ് വരും എന്നുള്ളതെല്ലാം. ആൻഡ് അപ്പോഴാണ് കോയമ്പത്തൂരായിരുന്നു. സോ നമ്മുടെ JM ഓട്ടോമോട്ടീവിൻ്റെ പല പ്രോട്ടോടൈപ്പുകളും പല ടെസ്റ്റ് വണ്ടികളും എനിക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. സോ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ there was a 3-cylinder നാനോ, 2-cylinder റെവോട്രോൺ നാനോ വാസ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ടർബോ ഒക്കെ വെച്ചിട്ട്. there was a ഡീസൽ നാനോ വിച്ച് വാസ് ബീങ് ഡെവലപ്ഡ്. പിന്നെ ദി ഇലക്ട്രിക് നാനോ വിച്ച് കെയിം ഔട്ട് ലേറ്റർ ആസ് ദ JM Neo. സോ അങ്ങനെ കുറേ അധികം നാനോസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദ കോൺസെപ്റ്റ് ഓൺലി സൂപ്പർ നാനോ ഉണ്ടായിരുന്നു, വലിയ എഞ്ചിനൊക്കെ അകത്ത് വെച്ചിട്ട്. സോ അങ്ങനെ നാനോ പ്ലാറ്റ്ഫോമിൽ കുറേ ഫൺ പ്രോജക്ട്സ് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഓരോ പ്രോട്ടോടൈപ്പ് കാണുമ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഇറങ്ങുമ്പോൾ മേടിക്കാം, 3-cylinder ഇറങ്ങുമ്പോൾ മേടിക്കാം, അല്ലെങ്കിൽ 2-cylinder ടർബോ ഇറങ്ങുമ്പോൾ മേടിക്കാം.
എന്തായാലും അങ്ങനെ 2015 നാനോ ജെൻ എക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റീബ്രാൻഡിങ്ങിൽ ഫൈനലായിട്ട് AMT ട്രാൻസ്മിഷൻ വെച്ചിട്ട് നാനോ ഇറങ്ങുന്നത്. സോ അഗൈൻ CVT പിന്നെയും കോസ്റ്റ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ടാറ്റ വിചാരിച്ചു ഓക്കെ നമുക്കിതിനൊരു AMT ട്രാൻസ്മിഷൻ കൊടുത്താൽ മതി. ബട്ട് അഗൈൻ കുഴപ്പമില്ല, ഈ ഒരു കാറിൽ നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല. AMTയിൽ ഏറ്റവും വലിയ വ്യത്യാസം വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോട്ട് എ 5-speed ട്രാൻസ്മിഷൻ. സെയിം 624cc എഞ്ചിൻ തന്നെയാണ്, പക്ഷേ 5 ഗിയറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. മാനുവൽ വണ്ടിക്ക് എല്ലാത്തിനും 4 ഗിയറേ ഉള്ളൂ. ആൻഡ് ട്വിസ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ഇതിന് പവർ സ്റ്റിയറിങ്ങും ഈ ഓട്ടോമാറ്റിക് വേരിയൻസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ 2015 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഫസ്റ്റ് കാർസ് ടു ബി ഇൻവോയ്സ്ഡ്. കാര്യം ഇത് ഡീലറിൻ്റെ അടുത്ത് അവിടെ ഡിസ്പ്ലേക്ക് ജസ്റ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന ഉടനെ തന്നെ ഞാൻ നേരെ മേടിച്ചെടുത്തോണ്ട് വരികയാണ് ചെയ്തത്. ആൻഡ് യുനോ ഐ ഹവ് ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ് വിത്ത് ദിസ് കാർ. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വർഷം ആവുന്നു ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിട്ട്. ഐ ഹവ് ടേക്കൺ ദിസ് കാർ എവ്രിവെയർ. അന്ന് ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഡെയിലി സിറ്റി കമ്മ്യൂട്ട് തന്നെ ഒരു 60-70 കിലോമീറ്ററിലും മേലെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫിഗോ ഡീസലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നൊരു ഓട്ടോമാറ്റിക് കാറിൻ്റെ വളരെയധികം അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നത്തെ പോലെ മാർക്കറ്റിൽ ഇത്ര അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് സൂട്ടഡ് മൈ നീഡ് പെർഫെക്റ്റ്ലി. എനിക്കാണെങ്കിൽ എന്നും ഒരു നാനോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്ലസ് ഈ ഒരു ടൈമിൽ എന്താ പറയുക, ഈ ജെൻ എക്സ് വന്നു, നല്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം ലക്ഷൂറിയസ് ആയി, ഓടിക്കാനും രസമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഐസ് ക്ലോസ്ഡ്, ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു. പക്ഷെ അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു പെർസെപ്ഷൻ്റെ കാര്യവും മനസ്സിലായത്. മാർക്കറ്റിലെ കാര്യം എല്ലാവരും ആലോചിച്ചു, നീ ഫിഗോ കൊടുത്തിട്ട് നാനോ മേടിച്ചു, എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം അതിൽ പിന്നെ ലേറ്റർ ഓൺ വരികയുണ്ടായി. പക്ഷെ എന്നാൽ ഐ ഹവ് എൻജോയ്ഡ് ദിസ് കാർ എവറി ബിറ്റ്. ഞാൻ കൊച്ചി, ചെന്നൈ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വണ്ടി ഓടിക്കുകയായിരുന്നു. ആൻഡ് ഈവൺ ഓൺ ദ ഹൈവേ ഇതിൻ്റെ ഈ ജെൻ എക്സിൻ്റെ അപ്പറേറ്റഡ് സസ്പെൻഷനും ഈ ഒരു സ്റ്റിഫർ ബോഡിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇറ്റ് വാസ് ആക്ച്വലി റിയലി നൈസ് ടു യൂസ് എവറി ഡേ. ഞാൻ സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട്. തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗവും പോയിട്ടുണ്ട്. പിന്നെ കൊച്ചി, ചെന്നൈ, കൊച്ചി, ബാംഗ്ലൂർ, ഗോവ, മംഗലാപുരം എല്ലായിടത്തും ഞാൻ ഈ വണ്ടി ഓടിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് ഐ ഹവ് യൂസ് ദിസ് കാർ. ആൻഡ് ടു ദിസ് ഡേറ്റ് എനിക്കിപ്പോഴും തോന്നുന്നില്ല ഈ വണ്ടിക്ക് ഒരു ആക്ച്വൽ റീപ്ലേസ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് എനിക്ക് ഈ എല്ലാ ഡ്രൈവ്സിലും മനസ്സിലായത് ഹൗ കംഫർട്ടബിൾ ദിസ് കാർ ഇസ്. എല്ലാവരുടെയും വിചാരം നാനോ ഹൈവേ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സ്റ്റേബിൾ ഓൺ ദ ഹൈവേ. ഈ ഒരു 5-speed വേർഷൻ എസ്പെഷ്യലി ഹൈവേ സ്പീഡ്സിലാണെങ്കിലും എഞ്ചിൻ RPM അത്യാവശ്യം കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാം. ഹൈവേയിൽ 25-27 കിലോമീറ്റർ മൈലേജ് വരെ എനിക്ക് ഈ വണ്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നെവർ ലെറ്റ് മീ ഡൗൺ. ആ കൂടെ ഒരേ ഒരു ഫെയിലിയർ ഈ വണ്ടിക്ക് ഉണ്ടായത് എൻ്റെ ഇത്രയും കൊല്ലത്തെ ഓണർഷിപ്പിൽ ഇതിൻ്റെ ഒരു AMT മൊഡ്യൂള്, അത് എല്ലാ AMT വണ്ടിക്കും പോവും. അതിനെന്തോ 10-13,000 രൂപ എങ്ങാണ്ടാണ്. സോ ആ സാധനം എനിക്ക് ഒരു പ്രാവശ്യം ഫെയിലായിരുന്നു. അതും ഒറ്റത്തവണ ഫെയിലായതല്ല, അത് സയൻസ് കാണിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് അത് ഫെയിലായത്. അത് ഫെയിലായതും ടാറ്റ സർവീസിൻ്റെ അതേ റോട്ടിലായിരുന്നു. ഐ കുഡ് ബേസിക്കലി ജസ്റ്റ് പുഷ് ഇറ്റ് ഇൻ ടു ടാറ്റ സർവീസ് ആൻഡ് ഗെറ്റ് ഇറ്റ് ചേഞ്ച്ഡ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ റിലയബിലിറ്റി നമ്മൾ ടാറ്റയിൽ ഇപ്പോൾ പറയുന്ന ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് ഈ വണ്ടി കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ടാറ്റ നാനോ ടാറ്റ വിചാരിച്ചത്രയൊന്നും വിറ്റില്ലെങ്കിലും പല ഭാഗങ്ങൾ കൺട്രീസിൻ്റെ ഇറ്റ് വാസ് എക്സ്ട്രീംലി പോപ്പുലർ. ടാറ്റ ഒറിജിനലി 2.5 ലക്ഷം യൂണിറ്റുകൾ ആദ്യമേ വർഷം വിൽക്കുമെന്നായിരുന്നു. ഇനീഷ്യലി തന്നെ 2 ലക്ഷം ബുക്കിംഗ് ആദ്യം തന്നെ കിട്ടിയായിരുന്നു. പക്ഷെ എന്നാൽ ഈ പ്ലാന്റ് മാറ്റലും ഇങ്ങനത്തെ ഓരോ കാരണങ്ങളെല്ലാം കൊണ്ട് ഭയങ്കര ഡിലേ ഉണ്ടായി. കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം അത് 30,000 വണ്ടി അങ്ങോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ഹില്ലി ഏരിയാസിൽ ടാറ്റ നാനോ അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തു. മേഘാലയയിൽ ഒരു നാനോ വില്ലേജ് എന്ന് തന്നെ ആൾക്കാർ വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എവിടെ നോക്കിയാലും ടാറ്റ നാനോ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മോൾ ഫുട് പ്രിൻ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. റിയർ എഞ്ചിനാണ്, റിയർ വീൽ ഡ്രൈവാണ്, ഓവർ ഹാങ്സ് തീരെയില്ല. ഇതുകൊണ്ട് തന്നെ ഒരു ഹില്ലി ഏരിയാസിൽ വളരെ ഫ്രണ്ട്ലിയാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് ലേയിലും ലഡാക്കിലും ഒക്കെ കൊച്ചു നാനോകൾ ഇപ്പോഴും ഇങ്ങനെ ചാടി കയറി പോകുന്നത് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു എഞ്ചിൻ്റെ ഒരു ടോർക്കി നേച്ചർ അത്യാവശ്യം നല്ല രസമാണ് ഇത് ഓടിക്കാനായിട്ട്. ഇതിൻ്റെ സൗണ്ട് പലവരും അഗൈൻ മറ്റേ 2 വീലർ പോലെയുണ്ട്, ഓട്ടോറിക്ഷ പോലെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 2 സിലിണ്ടറിന് വെച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് യുനോ അതിൽ വലിയ കഥയൊന്നുമില്ല. പക്ഷേ അത് എൻജിൻ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് പെപ്പി. നമ്മൾ ഈ ഒരു മനസ്സിലുള്ളൊരു നെഗറ്റീവ് ഇമേജ് മാറ്റി വെച്ചിട്ട് ഈ വണ്ടി നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ യു വിൽ നോ ദാറ്റ് ദിസ് കാർ ഹാസ് എ ലോട്ട് ടു ഗിവ്. അങ്ങനെ എന്തായാലും ടാറ്റയുടെ ഈ ഒരു
ഡ്രീം വണ്ടി, രത്തൻ ടാറ്റയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് 2018 കഴിഞ്ഞതോടെ അതിൻ്റെ അവസാനത്തിലോട്ടെത്തി, വിച്ച് ഇസ് വെരി സാഡ്. ടാറ്റ ഈ വണ്ടി വർഷം 2.5 ലക്ഷം യൂണിറ്റ് വിൽക്കുമെന്ന് ഒരു എൻവിഷൻ ചെയ്ത് ഇറക്കിയ ഈ മോഡൽ മൊത്തത്തിൽ 2018 ഇതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ ടോട്ടലി 3 ലക്ഷം വണ്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് റിയലി അൺഫോർച്ചുനേറ്റ്. കാര്യം ഇതുപോലത്തെ ഒരു വണ്ടി, ദിസ് കാർ ഇസ് ആക്ച്വലി എ ജെം. നമുക്ക് ഇതുപോലത്തെ ഇത്രയും വേഴ്സറ്റൈൽ, ഇത്രയും ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ ഇന്ത്യയിൽ വേറെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയണം. നമുക്ക് മാരുതിയും ഓൾട്ടോയും 800ഉം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നാനോ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നാനോയ്ക്ക് തന്നെ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ദേ ആർ ജസ്റ്റ് അഫോർഡബിൾ കാർസ്. പക്ഷേ ഒരു നാനോ ഇതുവരെ ഓടിക്കാത്ത ആൾ, ട്രസ്റ്റ് മീ, ഓൾ ഓഫ് യു ഷുഡ് ട്രൈ വൺ. നമ്മൾ സിറ്റിക്കകത്ത് ഡെയിലി ഈ വണ്ടി കൊണ്ട് നടക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ വണ്ടിക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത് എന്നുള്ളത്. നമ്മളൊരു ഫ്ലാറ്റ് ഔട്ട് റോഡിലോ അങ്ങനെ ഒരു ഒരു ചെറിയ സ്ട്രെച്ചിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കും വാട്ട്സ് സോ ഗ്രേറ്റ് അബൌട്ട് ദിസ് കാർ എന്ന്. പക്ഷേ നമ്മൾ യു ലിവ് വിത്ത് ദിസ് കാർ ഫോർ അബൌട്ട് 3-4 days. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതില്ലാണ്ട് പറ്റില്ല. കാര്യം ഇത് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു വണ്ടിയും ചെയ്യില്ല. എൻ്റെ അതിൽ തന്നെ ഞാനും ആക്ച്വലി ഭയങ്കര ലോസ്റ്റ് ആയിരുന്നു. കാര്യം ഇതിപ്പോൾ ഇത്രയും വർഷമായി എൻ്റെ കയ്യിൽ ഒരു അപ്ഗ്രേഡ് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങിയായിരുന്നു. പക്ഷേ ഈ ഒരു ഫോം ഫാക്ടറും ഈ ഒരു സൈസും ഈ ഒരു മനൂവറബിലിറ്റിയും ഒരു ഈസ് ഓഫ് ഓണർഷിപ്പും എല്ലാം വെച്ചിട്ട് വേറെ എന്തൊരു വണ്ടി മേടിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. സോ വൈൽ ഐ വാണ്ടഡ് ടു അപ്ഗ്രേഡ് ടു സംതിങ്, കുറച്ചധികം കാലം എടുത്തു എനിക്കതിനൊരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് കിട്ടാൻ. ആൻഡ് വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ അനദർ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ റാപ്പപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓൺ എ സാഡ് നോട്ട് ദാറ്റ് ഐ വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ് ബിക്കോസ് ഇന്ത്യയിൽ ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു വണ്ടി ഇറക്കിയിട്ട് നമ്മുടെ മാർക്കറ്റ് അതിന് വേണ്ട സ്നേഹമോ അതിന് വേണ്ട ഒരു അറ്റൻഷനോ കൊടുത്തില്ല എന്നുള്ളത് പെയിൻസ് മീ ഇൻ ലോട്ട് ഓഫ് വേസ്. ഈ വണ്ടി ഇനി കാലം പോകുന്നവരും നോക്കിക്കോളൂ, ഇതൊരു മോഡേൺ ക്ലാസിക് ആവും ആൻഡ് വെരി സൂൺ ഇതൊരു കളക്റ്റബിൾ ആവും. സോ നമ്മൾ പണ്ട് SSITയും അതേപോലെ ബാക്കി പഴയ പല വണ്ടികളും ആൾക്കാർ വിചാരിച്ചു ഇതൊക്കെ വെറുതെ യൂസ് ആൻഡ് ത്രോ വണ്ടികളായിരിക്കും. എന്നാൽ ഓൺ എ ഗ്ലോബൽ സ്കെയിൽ നമ്മുടെ സിട്രോൺ 2CV-യും ഫോക്സ്വാഗൻ ബീറ്റിലും ഒക്കെ കളക്ട് ചെയ്യുന്ന പോലെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേക്കും ടാറ്റ നാനോവും ആൾക്കാർ കളക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ റാപ്പപ്പ് ചെയ്യാം. ഇഫ് യു ഫൗണ്ട് ദിസ് എപ്പിസോഡ് helpful or informative, please do share it with your friends. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ please do consider clicking the subscribe button. Thank you so much for joining in, guys, and have a great day. Bye-bye.